ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള 6 ഡോട്ട്സ് എന്ന് പറയുന്ന ലെസനാണ്. ഈ ഒരു ലെസൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഈ ഒരു ലെസൺ എന്ന് പറയുന്നത് ലൂയിസ് ബ്രെയിലിയുടെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകളുടെ, അതായത് കണ്ണ് കാണാൻ ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചൊരു സ്റ്റോറിയാണ് 6 ഡോട്ട്സ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ 5ാമത്തെ വയസ്സിൽ തന്നെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയാണ്. എങ്ങനെയാണ്? അദ്ദേഹം ഒരു ഓള് വെച്ചിട്ട്, അതായത് ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ്, അത് വെച്ച് കളിക്കുന്ന സമയത്ത് കണ്ണിൽ കുത്തിയിട്ട് മുറിവുണ്ടാവുകയും പിന്നീട് അത് കണ്ണ് ഡ്രസ്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മുറിവ് പറ്റിയ ആ ഒരു ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെട്ടിട്ട് കുഞ്ഞു വിരലുകൾ വെച്ചിട്ട് ചൊറിഞ്ഞു. സ്വാഭാവികമായിട്ടും നമുക്ക് കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്കിപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചൊറിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപോട്ട് എന്ത് സംഭവിക്കുന്നൊന്നും ചിന്തിക്കില്ലല്ലോ. അപ്പം കണ്ടീഷൻ വേസ്റ്റ് ആവണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലെങ്കിൽ കൂടി ആ മുറിവിൽ ചൊറിഞ്ഞ സമയത്ത് പിന്നീട് അത് ഇൻഫെക്ഷൻ ആയിട്ട് മാറി. അങ്ങനെ 2 കണ്ണിലും ഇൻഫെക്ഷൻ ബാധിക്കുകയും അങ്ങനെ 5ാമത്തെ വയസ്സാവുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡായി പോവുകയും ചെയ്യുകയാണ്, കണ്ണ് കാണാതായി പോവുകയും ചെയ്യുകയാണ്. പിന്നീട് നടക്കുന്ന സമയത്ത് വീട്ടിലുള്ള സാധനങ്ങളിലൊക്കെ പോയി മുട്ടുകയൊക്കെ ചെയ്തിട്ട് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ വേദനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം സ്വയം മനസ്സിലാക്കുകയാണ് തനിക്ക് കണ്ണ് കാണാൻ കഴിയില്ല, അതുകൊണ്ട് ചെവി കൊണ്ട് ഓരോ കാര്യങ്ങൾ കേട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. തൻ്റെ പപ്പ ഷോപ്പിൽ നിന്ന് ജോലി ചെയ്യുന്ന ശബ്ദവും അതേപോലെ നല്ല നീളമുള്ള പാവാട ധരിച്ച ആളുകൾ മാർക്കറ്റിലേക്ക് ഓടുന്ന ശബ്ദം, ലേഡീസ് ഓടുന്ന ശബ്ദവും അങ്ങനെയൊക്കെ പലതും ചെവി കൊണ്ട് കേട്ടുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പപ്പ അദ്ദേഹത്തിനൊരു വടി വാങ്ങിച്ചു കൊടുത്തു, നമുക്ക് ഈ പിക്ചറിൽ കാണുന്നത് പോലെ. അപ്പോൾ ആ ഒരു വടി കുത്തിയിട്ട് ആണ് നടക്കുക, മുന്നിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇങ്ങനെ തപ്പി നോക്കിയിട്ട് ആണ് മുന്നോട്ട് നടക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ തനിയെ നടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് വെച്ച് വീട്ടിൽ നിന്ന് ഗാർഡനിലേക്കും യാർഡിലേക്കും അങ്ങനെയൊക്കെ പതിയെ സ്വയം നടന്ന് പഠിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ബ്രദർ അദ്ദേഹത്തിന് വിസിലടിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ വിസിലടിക്കുന്ന സമയത്ത് ആ ശബ്ദം മുന്നിലുള്ള എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അതിൽ പോയി തട്ടിയിട്ട് തിരിച്ചു വരും. അപ്പോൾ മുന്നോട്ട് നടന്നാൽ മുന്നിൽ എന്തെങ്കിലും വസ്തു ഉണ്ടോ, അത് എത്ര ദൂരത്തിലാണെന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അല്ലേ. കണ്ണ് കാണാത്ത ഒരാളെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലേ, മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിസിലടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വൈക്കോലൊക്കെ വെച്ചിട്ട് ആൽഫബറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, തൊട്ട് ടച്ച് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ലെറ്റേഴ്സൊക്കെ പഠിക്കാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ പിന്നീട് വില്ലേജ് പ്രീസ്റ്റിൻ്റെ അടുത്ത് കണ്ണ് കാണാൻ കഴിയാത്ത കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ പുസ്തകം, അതായത് ടച്ച് ചെയ്ത് മനസ്സിലാക്കാൻ, ലെറ്റേഴ്സ് മനസ്സിലാക്കി വായിക്കാൻ പറ്റിയ പുസ്തകം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്രീസ്റ്റ് സോറി പറയാണ്, തൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് കുറച്ചൊരു ഏജ് ആയ സമയത്ത് സ്കൂളിൽ പോകാൻ തുടങ്ങി, വില്ലേജിലുള്ള ബാക്കി കുട്ടികളുടെ കൂടെ. അപ്പോൾ അവിടെ ചെന്ന് മുന്നിലുള്ള റോയിലാണ് ഇരിക്കുക. ബാക്കിയുള്ള കുട്ടികൾ എഴുതുകയും പഠിക്കുകയും ഉറക്കെ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അത് മെമ്മറൈസ് ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ടീച്ചറിനോടും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കണ്ണ് കാണാത്ത കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ പുസ്തകം ഉണ്ടോയെന്ന്. അപ്പോൾ ടീച്ചറുടെ മറുപടി സോറി, എൻ്റെ കയ്യിലില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. That was when a neighbor of mine, a marquis with influence, got me admitted to the Royal School for the Blind in Paris. ഇവരുടെ നെയ്ബർ ആയിട്ടുള്ള മാർക്വീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്യൂസിൻ്റെ വൈഫ് അല്ലെങ്കിൽ വിഡോ ആണ്. മാർക്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോബിൾമാൻ ആണ്. അപ്പോൾ അവർക്ക് അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്, അതായത് പിടിപാടൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇവർ റോയൽ സ്കൂൾ ഫോർ ബ്ലൈൻഡ് എന്ന് പറയുന്ന പാരീസിലുള്ള സ്കൂളിൽ അവന് അഡ്മിഷൻ എടുത്തു കൊടുത്തു. ഐ വാസ് എക്സൈറ്റഡ്, അവൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഐ വാസ് ടോൾഡ് ദർ വുഡ് ബി ബുക്സ് ഫോർ ദ ബ്ലൈൻഡ് ഇൻ ദ സ്കൂൾ. ആ സ്കൂളിൽ കണ്ണ് കാണാത്ത കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള പ്രത്യേക പുസ്തകങ്ങൾ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ബട്ട് മാമൻ തോട്ട് ഐ വാസ് ടു യങ് ടു ബി എവേ ഫ്രം ഹോം. ഐ വാസ് ഓൺലി 10 then. അപ്പോൾ മാമൻ പക്ഷേ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ മാറി നിൽക്കാനുള്ള പ്രായമായിട്ടില്ല, അവൻ ചെറുതാണ്, അവന് അപ്പോൾ 10 വയസ്സേ ഉള്ളൂ എന്നാണ് മാമൻ ചിന്തിക്കുന്നത്.
ഐ ലവ് യു ഐ ടോൾഡ് മാമൻ ആൻഡ് പപ്പ ബട്ട് ഐ മസ്റ്റ് ഗോ. അപ്പോൾ അവൻ എന്താണ് മാമനോടും പപ്പനോടും പറയുകയാണ്, എനിക്ക് നിങ്ങളൊക്കെ വളരെയധികം ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് തീർച്ചയായിട്ടും പോകണം. കാരണം എന്താണ്, അവന് പഠിക്കണം അല്ലേ, അവൻ്റെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ അവന് പോയേ തീരുള്ളൂ. അറ്റ് ദ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എ ഗൈഡ് ലെറ്റ് മീ ടു ദ ലൈബ്രറി. അപ്പോൾ കണ്ണ് കാണാത്ത കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളാണ്. അവിടെയുള്ള ഒരു ഗൈഡ് അവനെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി. ഹി ടോട്ട് മീ ടു റീഡ് ബൈ ട്രേസിങ് ദ റേസ്ഡ് ലെറ്റേഴ്സ് ഓൺ എ ബോർഡ് വിത്ത് മൈ ഫിംഗേഴ്സ്. അപ്പം അദ്ദേഹം അവനെ വായിക്കാൻ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ്, ഒരു ബോർഡിൽ ലെറ്റേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അത് കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുക, അതായത് ലെറ്റേഴ്സ് ഒന്ന് പൊന്തിയാണ് നിൽക്കുക, എന്നാലാണ് അവർക്ക് തൊട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഏത് ലെറ്റേഴ്സ് ആണെന്ന്. അപ്പം ആ ഒരു ബോർഡിലുള്ള ലെറ്റേഴ്സ് കൈവിരൽ കൊണ്ട് തൊട്ടിട്ട് വായിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ് അദ്ദേഹം, ആ ഒരു ഗൈഡ്. മൈ ഫിംഗേഴ്സ് ട്രേസ്ഡ് ഈച്ച് ലെറ്റർ ജസ്റ്റ് ആസ് ഐ ഹാഡ് ഡൺ വിത്ത് ദ ലെറ്റേഴ്സ് പപ്പ ഹാഡ് മെയ്ഡ് ഫോർ മീ അറ്റ് ഹോം. അപ്പം അവൻ്റെ വിരലുകൾ കൊണ്ട് ആ ഓരോ ലെറ്റേഴ്സിനെയും തൊട്ട് മനസ്സിലാക്കുകയാണ്. പണ്ട് അവൻ്റെ പപ്പ വൈക്കോല് വെച്ച് അവന് ലെറ്റേഴ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലവൻ കൈവിരൽ വെച്ച് തൊട്ട് ലെറ്റേഴ്സ് മനസ്സിലാക്കിയ പോലെ ഇവിടെയും ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ബട്ട് ദ ബോർഡ് വാസ് ലോങ് ആൻഡ് ദ ലെറ്റേഴ്സ് വർ ടു ലാർജ്. ബോർഡ് എന്താണ്, വളരെ ലോങ് ആയിട്ടുള്ളതായിരുന്നു. ആൻഡ് ദ ലെറ്റേഴ്സ് വർ ടു ലാർജ്. അതിൽ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ എന്താണ്, വളരെ വലുതുമായിരുന്നു. ഐ ഹാഡ് ടു ടേൺ ദ പേജ് ആഫ്റ്റർ ഓൺലി എ ഫ്യൂ സെൻറ്റൻസസ്. അപ്പോൾ എന്താണ്, കുറച്ച് സെൻറ്റൻസ് മാത്രമേ അതുകൊണ്ട് തന്നെ ആ പേജിൽ കൊള്ളുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, ഐ ഹാഡ് ടു ടേൺ ദ പേജ് ആഫ്റ്റർ ഓൺലി എ ഫ്യൂ സെൻറ്റൻസസ്. കുറച്ച് സെൻറ്റൻസസ് വായിക്കുമ്പോഴേക്ക് തന്നെ എന്താണ്, അടുത്ത പേജിലേക്ക് മറിച്ച് പോവേണ്ടതായിട്ട് വരുന്നുണ്ട്. ദ വേർഡ്സ് വർ ആസ് ലാർജ് ആസ് മൈ ഹാൻഡ്. വാക്കുകൾക്ക് എൻ്റെ കൈയുടെ അതേ വലിപ്പം തന്നെ ഉണ്ടായിരുന്നു. എ സെൻറ്റൻസ് ടുക്ക് അപ്പ് ഹാഫ് എ പേജ്. ഒരു സെൻറ്റൻസ് ആ ഒരു ബുക്കിലെ പേജിൻ്റെ പകുതി ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്, ലെറ്റേഴ്സൊക്കെ വളരെ വലുതായിട്ടാണ് എഴുതിയിട്ടുള്ളത്, അപ്പം തീർച്ചയായിട്ടും സ്പേസ് കുറവായിരിക്കും. ഐ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെടുവീർപ്പിടുക, അവൻ നെടുവീർപ്പിട്ടു. ഈവൻ ഇഫ് ഐ റീഡ് 100 ബുക്സ് ലൈക്ക് ദിസ് ഹൗ മച്ച് കുഡ് ഐ ലേൺ. അപ്പം ഇതേപോലെ ഞാനൊരു 100 പുസ്തകം വായിക്കുകയാണെങ്കിൽ എത്രമാത്രം എനിക്ക് പഠിക്കാനായിട്ട് സാധിക്കും? വളരെ കുറച്ച് മാത്രമല്ലേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്, ഒരു സെൻറ്റൻസ് തന്നെ ഒരു പേജിൻ്റെ പകുതി വരെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 100 ബുക്കൊക്കെ വായിച്ചാലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ. ദ നെക്സ്റ്റ് ഡേ ദ ഹെഡ് മാസ്റ്റർ സമ്മോൺഡ് എ മീറ്റിംഗ് ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പോൾ അടുത്ത ദിവസം ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കുട്ടികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. എവ്രി വൺ ഹാഡ് ഗാതേർഡ് ഇൻ ദ ബിഗ് റൂം. എല്ലാ കുട്ടികളും അവിടെയുള്ള ഒരു വലിയ റൂമിൽ മീറ്റിങ്ങിന് ഒത്തുചേർന്നു. ഡോക്ടർ പിഗ്നിയർ ദ ഹെഡ് മാസ്റ്റർ സ്പോക്ക് ടു അസ്. അപ്പോൾ ആ ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ പേരെന്താണ്, ഡോക്ടർ പിഗ്നിയർ എന്നാണ്. അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു. എന്താ പറഞ്ഞതെന്ന് നോക്കാം. എ ഫ്രഞ്ച് ആർമി ക്യാപ്റ്റൻ ഹാസ് ഇൻവെൻറ്റഡ് എ കോഡ് ടു സെൻഡ് സീക്രട്ട് മെസ്സേജസ് ഡ്യൂറിങ് വാർ. എന്താണ്, ഒരു ഫ്രഞ്ച് ആർമി ക്യാപ്റ്റൻ ഒരു കോഡ് നിർമ്മിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വാറിൻ്റെ സമയത്ത്, അതായത് യുദ്ധത്തിൻ്റെ സമയത്ത് സീക്രട്ട് മെസ്സേജസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ദ കോഡ് ഈസ് റീഡ് ബൈ ടച്ച് നോട്ട് ബൈ സൈറ്റ്. ആ കോഡ് എങ്ങനെയാണ് വായിക്കുക? റീഡ് ബൈ ടച്ച് കൊണ്ടാണ്, തൊട്ട് നോക്കിയിട്ടാണ് ആ കോഡ് വായിക്കുക. നോട്ട് ബൈ സൈറ്റ്, കണ്ണുകൊണ്ട് കണ്ടിട്ടല്ല. സോ വി മൈറ്റ് യൂസ് ഇറ്റ് ഹിയർ ടു. അതുകൊണ്ട് തന്നെ നമുക്കത് ഇവിടെയും യൂസ് ചെയ്യാം ആ ഒരു കോഡ് എന്നാണ് പറയുന്നത്. യു ആർ ഈച്ച് ഹോൾഡിങ് എ മെസ്സേജ് റിട്ടൺ വിത്ത് പാറ്റേൺസ് ഓഫ് ഡോട്ട്സ്. ഓരോരുത്തർക്കും ഓരോ മെസ്സേജസ് കൊടുക്കുകയാണ്. അതിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? റിട്ടൺ വിത്ത് പാറ്റേൺസ് ഓഫ് ഡോട്ട്സ്. ഡോട്ട്സ് വെച്ചിട്ടുള്ള, കുത്ത് വെച്ചിട്ടുള്ള പാറ്റേൺസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ദ ഹെഡ് മാസ്റ്റർ കണ്ടിന്യൂ ചെയ്തു. ഈച്ച് പാറ്റേൺ സ്റ്റാൻഡ്സ് ഫോർ എ സൗണ്ട്. ഓരോ പാറ്റേണും പറയുന്നത് എന്താണ്? സൗണ്ടാണ്. സച്ച് ആസ് ഔ ഓർ ച്ച്. അപ്പോൾ ഓ ഓർ ച്ച് അത്തരത്തിലുള്ള ശബ്ദത്തെയാണ് ഓരോ പാറ്റേൺസും റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, കോഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വി ലിസൺഡ് ആസ് ഹി എക്സ്പ്ലെയിൻഡ് ഇറ്റ് വാസൻറ്റ് ഈസി, ദർ വാസ് എ ലോട്ട് ടു റിമെമ്പർ. അപ്പോൾ എന്താണ്, അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ചിരുന്നു. ഇറ്റ് വാസൻറ്റ് ഈസി, പക്ഷെ അതൊരു ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നില്ല. ദർ വാസ് എ ലോട്ട് ടു റിമെമ്പർ. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ടായിരുന്നു, ഓർത്ത് വെക്കാനായിട്ടുണ്ടായിരുന്നു ആ ഒരു കോഡിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഫ്ലിപ്പിംഗ് മൈ പേപ്പർ ഓവർ ഐ മൂവ്ഡ് മൈ ഫിംഗേഴ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഫീലിംഗ് ദ ഡോട്ട്സ്. അപ്പം എന്താണ്, അവനെന്ത് ചെയ്യാണ്, കയ്യിൽ കൊടുത്തിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഫിംഗേഴ്സ് വെച്ച് തൊട്ട് ഫീൽ ചെയ്യാണ് ആ ഡോട്ട്സ്. എന്നിട്ടത് വായിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്.
Fall back, I suddenly shouted with excitement. Everyone laughed. It was a battle order, of course. അപ്പോൾ എന്താണ് fall back എന്നവൻ ഉറക്കെ എക്സൈറ്റ്മെൻറ്റോട് കൂടി പറയാണ്. അപ്പോൾ എല്ലാവരും ചിരിച്ചു. അവന് കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ് അവൻ വായിച്ചിട്ടുള്ളത്. ഇറ്റ് വാസ് എ ബാറ്റിൽ ഓർഡർ, ഓഫ് കോഴ്സ്. തീർച്ചയായിട്ടും അതെന്താണ് ഒരു ബാറ്റിൽ ഓർഡർ, ഒരു യുദ്ധത്തിൻ്റെ ഓർഡറാണ് എന്ന് പറയുകയാണ്. ബട്ട് നൗ മൈ ഹാർട്ട് പൗണ്ടഡ് വിത്ത് ഹോപ്പ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്താണ് കുറച്ചും കൂടി ഹോപ്പ്, പ്രതീക്ഷയൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഐ ആസ്ക്ഡ് ഫോർ അനദർ. അപ്പം വേറൊരു മെസ്സേജിന് വേണ്ടിയിട്ട് അവൻ ചോദിക്കുകയാണ്. അഗെയിൻ ഐ ടച്ച്ഡ് ദ ഡോട്ട്സ്. വീണ്ടും അവൻ എന്താണ് ആ ഡോട്ട്സിൽ തൊട്ടു. സപ്ലൈസ് അറൈവ് അറ്റ് ഡോൺ ഐ റീഡ്. അപ്പോൾ അവൻ അതിലുള്ള മെസ്സേജ് വായിച്ചതാണ്. എന്താണ് സപ്ലൈസ് അറൈവ് അറ്റ് ഡോൺ. ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ്. അപ്പോൾ രാവിലെയാണ് സാധനങ്ങൾ എത്തുന്നത് എന്നാണ് ആ ഒരു മെസ്സേജിലുള്ളത്. ദ അതേഴ്സ് ഷൗട്ടഡ് ഔട്ട് ദെയർ മെസ്സേജസ് ടു. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളും അവരുടെ മെസ്സേജസും ഉറക്കെ വായിച്ചു എന്നാണ് പറയുന്നത്. The headmaster taught me to make dot patterns with a stylus on a paper kept under a wooden frame. അപ്പം ഹെഡ് മാസ്റ്റർ അവനെ എന്ത് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്? ഡോട്ട് പാറ്റേൺസ് ഒരു സ്റ്റൈലസ് കൊണ്ട്. സ്റ്റൈലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുത്താണി അല്ലെങ്കിൽ കൂർത്ത പെന്ന് പോലെയുള്ള ഉപകരണമാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലസ് വെച്ചിട്ട് വുഡൻ ഫ്രെയിം, അതായത് മരത്തിൻ്റെ ഫ്രെയിമിനടിയിലായിട്ട് വെച്ചിട്ടുള്ള പേപ്പറിനകത്ത് എന്താണ് ഡോട്ട് പാറ്റേൺസ് നിർമ്മിക്കാനായിട്ട് ഹെഡ് മാസ്റ്റർ അവനെ പഠിപ്പിക്കുകയാണ്. I made a few of the dot patterns, then flipped the paper to read them by touch. അപ്പോൾ അവന് കുറച്ച് ഡോട്ട് പാറ്റേൺസ് ഒക്കെ സ്വയം നിർമ്മിച്ചു. എന്നിട്ടോ then flipped the paper to read them by touch. എന്നിട്ട് ടച്ച് ചെയ്ത് ഫീൽ ചെയ്തിട്ട് വായിക്കാൻ ശ്രമിച്ചു. For many weeks I practiced. ഒരുപാട് ആഴ്ചകൾ അവനത് പ്രാക്ടീസ് ചെയ്തു. ദ കോഡ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ നോർമൽ ആൽഫബറ്റ്. അപ്പം ഈ കോഡ് നോർമൽ ആൽഫബറ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ദ കോഡ് സ്റ്റുഡ് ഫോർ സൗണ്ട്സ് നോട്ട് ലെറ്റേഴ്സ്. ഈ കോഡ്സ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സൗണ്ട്സിനെയാണ്, ശബ്ദത്തെയാണ്, നോട്ട് ലെറ്റേഴ്സ്, അക്ഷരങ്ങളെ അല്ല. വൈ ഷുഡിൻ വി സ്പെൽ വേർഡ്സ് ആൻഡ് റൈറ്റ് സെൻറ്റൻസസ് ലൈക്ക് പീപ്പിൾ വിത്ത് നോർമൽ ഐസൈറ്റ്? ഐ തോട്ട്. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് സാധാരണ കണ്ണ് കാണുന്ന ആളുകളെപ്പോലെ വാക്കുകൾ വായിക്കുകയും സെൻറ്റൻസസ് എഴുതുകയും ചെയ്തുകൂടാ അവർക്ക് എന്ന്. ഐ സെറ്റ് ടു വർക്ക് ഓൺ ദ ഐഡിയ. അപ്പോൾ അവൻ ആ ഒരു ഐഡിയയിൽ വർക്ക് ചെയ്യാൻ പോവാണ്. എന്തുകൊണ്ട് സാധാരണ ആളുകളെപ്പോലെ അവർക്ക് വായിക്കുക എഴുതുകയൊക്കെ ചെയ്തുകൂടാ, അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ്. Late at night, while the others slept, I bent over my slate and punched the pages. I tried hundreds of ways to simplify the captain's code. അപ്പം ലേറ്റ് അറ്റ് നൈറ്റ്, രാത്രി വളരെ വൈകിയ സമയത്ത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവൻ എന്താണ് അവൻ്റെ സ്ലേറ്റ് എടുത്തിട്ട് അതിൽ എന്താണ് പേജസിൽ ഇങ്ങനെ ഡോട്ട്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പാറ്റേൺസ് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഐ ട്രൈഡ് ഹൺഡ്രഡ്സ് ഓഫ് വേസ് ടു സിംപ്ലിഫൈ ദ ക്യാപ്റ്റൻസ് കോഡ്. ക്യാപ്റ്റൻ്റെ കോഡൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് 100ഓളം വഴികളാണ് അവൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഐ വർക്ക്ഡ് അണ്ടിൽ മൈ ബാക്ക് വാസ് സ്റ്റിഫ് ആൻഡ് മൈ ഫിംഗേഴ്സ് ഏക്ഡ്. അവൻ്റെ പുറം സ്റ്റിഫ് ആവുന്നത് വരെയും അതേപോലെ അവൻ്റെ ഫിംഗേഴ്സ്, വിരലുകൾ വേദനിക്കുന്നത് വരെയും അവൻ ജോലി ചെയ്തു എന്നാണ് പറയുന്നത്. എ ഇയർ പാസ്ഡ് ദെൻ അനദർ ആൻഡ് അനദർ. ഒരു വർഷം കഴിഞ്ഞു, പിന്നീട് അടുത്ത വർഷം, അതിൻ്റെ അടുത്ത വർഷമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്, വർഷങ്ങൾ കടന്നു പോവുകയാണ്. ദാറ്റ് വിൻ്റർ ഐ ടേൺ 15. ആ ഒരു വിൻ്റർ സമയത്ത്, ഒരു ശിശിരകാലത്ത് അവൻ എത്ര വയസ്സായി? 15 വയസ്സായി. ഐ വാസ് ഓഫൻ സിക്ക് ബട്ട് ഐ വുഡൻ റെസ്റ്റ്. അവന് അസുഖങ്ങളൊക്കെ പിടിപെട്ടു, പക്ഷെ എന്നിരുന്നാലും അവൻ റെസ്റ്റ് ചെയ്തില്ല. ഫൈനലി ഇറ്റ് വാസ് റെഡി ടു ടെസ്റ്റ്. അവസാനം അവൻ ഉണ്ടാക്കിയ ആ ഒരു കാര്യം അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് സമയം വന്നു. ഐ ആസ്ക്ഡ് ദ ഹെഡ് മാസ്റ്റർ ടു ചൂസ് എ ബുക്ക് ഫ്രം ഹിസ് ഓൺ ലൈബ്രറി, എ ബുക്ക് ഐ ഹാഡ് നെവർ ഹേർഡ് ഓഫ് ബിഫോർ. അപ്പം ഹെഡ് മാസ്റ്ററിനോട് അവൻ ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്തിട്ട് വരാനായിട്ട്. അതും ഒരിക്കൽ പോലും അവൻ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു പുസ്തകമാണ് ചൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. പ്ലീസ് റീഡ് ഇറ്റ് അലൗഡ് സർ, ഐ സെറ്റ്. അപ്പോൾ അവൻ പറഞ്ഞു സാറിനോട്, സാർ അത് ഉറക്കെ വായിക്കൂ എന്ന്. ഡോക്ടർ പിഗ്നിയർ ബിഗാൻ. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഐ ഇൻറപ്റ്റഡ്. അപ്പം ഡോക്ടർ എന്താണ് പിഗ്നിയർ, അതായത് ഹെഡ് മാസ്റ്റർ വായിക്കാൻ തുടങ്ങി. ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് സമയത്തിന് ശേഷം ഐ ഇൻറപ്റ്റഡ്. അപ്പോൾ അദ്ദേഹം വായിക്കുന്നത് അവൻ തടസ്സപ്പെടുത്തി. അതായത് അദ്ദേഹത്തിനോടൊരു കാര്യം പറയണം. എന്താണ്? യു ക്യാൻ ഗോ മച്ച് ഫാസ്റ്റർ സർ. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡിൽ വായിക്കാം സർ എന്ന് പറയുകയാണ്. As he read, I copied down the words
സ്പെല്ലിങ് ഈച്ച് വൺ കറക്റ്റ്ലി. അപ്പോൾ അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ഓരോ വേർഡ്സും കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ്ങോട് കൂടി കോപ്പി ചെയ്യുകയാണ്. മൈ ന്യൂ കോഡ് യൂസ്ഡ് ജസ്റ്റ് 6 dots. അവൻ്റെ പുതിയ കോഡിന് ആകെ 6 dots മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. അറേഞ്ച്ഡ് ഇൻ 2 columns. അറേഞ്ച് ചെയ്യുന്നത് 2 കോളത്തിലായിട്ടാണ്. ലൈക്ക് ഡൊമിനോസ് പോലെ. ഡൊമിനോസ് ഒരു ഗെയിമാണ്. കട്ടയിൽ എന്താണ് 6 dots ഉള്ള ഗെയിമാണ്. അപ്പോൾ അതേപോലെ 6 dots ആണ് 2 കോളത്തിലായിട്ട് അവൻ്റെ പുതിയ കോഡിന് അറേഞ്ച് ചെയ്യേണ്ടത്. ഈച്ച് ഡോട്ട് പാറ്റേൺ സ്റ്റുഡ് ഫോർ എ ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ്. ഓരോ ഡോട്ട് പാറ്റേണും റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ലെറ്റേഴ്സിനെയാണ്. ആൽഫബറ്റിലെ ലെറ്ററിനെയാണ്. അല്ലാതെ എന്താണ് പഴയ കോഡ് പോലെ സൗണ്ടിനെ അല്ല, ആൽഫബറ്റിലെ ലെറ്ററിനെയാണെന്നാണ് പറയുന്നത്. The headmaster stopped reading when he came to the end of the chapter. അപ്പോൾ ഹെഡ് മാസ്റ്റർ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം എത്തിയ സമയത്ത് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നത് നിർത്തി. അപ്പോൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം വായിച്ചു കേട്ടോ. ഐ ടേൺ മൈ പേജസ് ഓവർ റീഡിങ് ബൈ ടച്ച് ഐ റിസൈറ്റഡ് ദ എൻറ്റയർ ചാപ്റ്റർ. അപ്പം അവൻ എന്താണ് കോപ്പി ചെയ്ത ഹെഡ് മാസ്റ്റർ വായിച്ച ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അവൻ കോപ്പി ചെയ്തിട്ടുണ്ട് അവൻ്റെ പാറ്റേൺസ് വെച്ചിട്ട്. അപ്പോൾ അത് അവൻ എന്താണ് ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു കൊടുത്തു. ലൂയിസ് യു ഡിഡ് ഇറ്റ് ദ ഹെഡ് മാസ്റ്റർ ഷൗട്ടഡ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ ഉറക്കെ പറയുകയാണ്, ലൂയിസ് നീ കണ്ടെത്തി, നീ അത് ചെയ്തു, നീ അത് നേടിയെടുത്തു എന്ന് പറഞ്ഞ് അവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. Word spread quickly. The other students rushed to try it. So easy, they said. അപ്പോൾ എന്താണ് ബാക്കിയുള്ള സ്റ്റുഡൻസും അത് ട്രൈ ചെയ്യാണ്. എന്നിട്ട് അവർ പറയുകയാണ് വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് എന്ന് പറയുകയാണ്. ആൻഡ് സോ ഫാസ്റ്റ്. അത് മാത്രമല്ല കൂടുതൽ ഫാസ്റ്റായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എഴുതാനും വായിക്കാനൊക്കെ പറ്റുന്നുണ്ട്. വി ക്യാൻ റീഡ് വേർഡ്സ് ആൻഡ് റൈറ്റ് ലെറ്റേഴ്സ് ലൈക്ക് എവ്രി വൺ എൽസ്. നമുക്ക് ബാക്കിയുള്ള എല്ലാവരെയും പോലെ തന്നെ എന്താണ് വാക്കുകൾ വായിക്കാനും ലെറ്റേഴ്സ് എഴുതാനും ഒക്കെ ആയിട്ട് പറ്റുമെന്ന് പറയുകയാണ്. യെസ് ഐ ഹാഡ് ഡൺ ഇറ്റ്. അതെ ഞാൻ ചെയ്തു, ഞാനത് കണ്ടെത്തിയെന്ന് ലൂയിസ് പറയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി ഉള്ളത്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണല്ലേ ഇത്. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, അതേപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.